കരയിലൂടെ വളരെ വേഗത്തിൽ ഒരുപാട് ദൂരം രണ്ടു കാലിൽ ഓടാൻ സാധിക്കുന്ന രണ്ട് മൃഗങ്ങൾ മാത്രമേ ഭൂമിയിലുള്ളൂ. ഒന്ന് നമ്മൾ മനുഷ്യർ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. മറ്റേ ജീവി ഏതാണ് എന്ന് ചോദിച്ചാൽ പലരും നമ്മുടെ കസിൻസായ ആൾക്കുരങ്ങുകളുടെ പേരായിരിക്കും പറയുക. എന്നാൽ അവയ്ക്ക് വളരെ ചെറിയ ദൂരം മാത്രമേ അങ്ങനെ ഓടാൻ സാധിക്കുകയുള്ളൂ. ഓടാൻ വേണ്ടി രണ്ട് കാലുകളെ മാത്രം ആശ്രയിക്കുന്ന മനുഷ്യനല്ലാത്ത ഒരേ ഒരു ജീവിയാണ് കങ്കാരു. മലയാളികൾ കങ്കാരു എന്ന് പറയുമെങ്കിലും ശരിക്കും ഈ ജീവിയെ വിളിക്കുന്നത് കാങ്കരു എന്നാണ്. നമുക്ക് തൽക്കാലം നമ്മൾ ശീലിച്ചതുപോലെ കങ്കാരു എന്ന് തന്നെ വിളിക്കാം. കങ്കാരു എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് അമ്മ കങ്കാരുവിന്റെ സഞ്ചിയിൽ നിന്നും എത്തി നോക്കുന്ന കുഞ്ഞു കങ്കാരുവിനെ ആയിരിക്കും. ആൺ കങ്കാരുവിനെ ബൂമർ എന്നും പെൺ കങ്കാരുവിനെ ഫ്ലയർ എന്നുമാണ് വിളിക്കുന്നത്. കങ്കാരുവിന്റെ കുഞ്ഞിനെ വിളിക്കുന്നത് ജോയ് എന്നാണ്. ഒരുപക്ഷെ ബാലമാസികകളിൽ വരുന്ന ചിത്രങ്ങളിലൂടെ ആയിരിക്കും നാം കങ്കാരുവിനെ ആദ്യമായി കണ്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ കങ്കാരുവിന്റെ സഞ്ചി ഇങ്ങനെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. വയറിന് പുറത്തുള്ള ഒരു പോക്കറ്റിൽ നിന്നും എത്തി നോക്കുന്നത് പോലൊരു ചിത്രം. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല കങ്കാരുവിന്റെ സഞ്ചിയുള്ളത്. കങ്കാരുവിന്റെ സഞ്ചി പുറത്തേക്കല്ല, മറിച്ച് അകത്തേക്കാണുള്ളത്. എങ്കിൽ നമുക്ക് ആ സഞ്ചി തുറന്ന് ജോയ് മോനെ ഒന്ന് നോക്കിയാലോ. മനുഷ്യരെ പോലെ സസ്തനിയാണെങ്കിലും മറ്റു സസ്തനികളിൽ നിന്നും കങ്കാരുക്കളെ വ്യത്യസ്തരാക്കുന്നത് കങ്കാരു ഒരു മാസ്യൂപ്പലാണ് എന്നതാണ്. സസ്തനികളിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് മനുഷ്യരടങ്ങുന്ന പ്ലാസെന്റൽ മാമൽസ്, മറ്റേത് കങ്കാരുവും വല്ലഭിയും അടങ്ങുന്ന മാസ്യൂപ്പിയൽസ്. പ്ലാസെന്റൽ സസ്തനികൾക്ക് പ്രധാനമായും ഒരു ഗർഭാശയമായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ മാസ്യൂപ്പലുകളിൽ അവയുടെ സഞ്ചി ഒരു രണ്ടാം ഗർഭാശയം പോലെയാണ്. പ്ലാസെന്റൽ സസ്തനികളിൽ കുഞ്ഞ് ഏതാണ്ട് പൂർണ്ണ വളർച്ചയെത്തിയതിനു ശേഷം അമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും പുറത്തുവന്ന് മുലപ്പാൽ കുടിച്ച് വളരുമെങ്കിൽ മാസ്യൂപ്പലുകളിൽ ഒരു മാസത്തിനുള്ളിൽ ഒരു പയറുമണിയുടെ വലിപ്പമെത്തുമ്പോൾ കുഞ്ഞ് ഗർഭാശയത്തിൽ നിന്നും അമ്മയുടെ സഞ്ചിയിലേക്ക് പ്രവേശിക്കുന്നു. അടുത്ത 8 മാസക്കാലം ആ സഞ്ചിയിലിരുന്ന് അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നു. ശേഷം ഏതാണ്ട് 1 വർഷം പ്രായമാകുമ്പോൾ പൂർണ്ണമായും അമ്മയുടെ സഞ്ചിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. എല്ലാ കങ്കാരുകൾക്കും സഞ്ചി ഉണ്ടാകുമെന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. പെൺ കങ്കാരുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഒരു സഞ്ചി ഉണ്ടാവുക. മനുഷ്യരടക്കമുള്ള സസ്തനികളിൽ എങ്ങനെയാണോ സ്ത്രീകൾക്ക് മാത്രം ഗർഭാശയം ഉണ്ടാകുന്നത്, അതുപോലെയാണ് പെൺ കങ്കാരുക്കളുടെ ഈ സഞ്ചി. ഈ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കാൻ പോകുന്നത്. ഏതാണ്ട് 5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഗോണ്ട്വാന സൂപ്പർ കോണ്ടിനെന്റിൽ നിന്നും ഓസ്ട്രേലിയ വേർപെട്ട് ഒരു വലിയ ദ്വീപായി മാറിയത് കങ്കാരുക്കൾക്ക് ഒരു അനുഗ്രഹമായി മാറി. ആഫ്രിക്കയിലും ഏഷ്യയിലും ഉള്ളതുപോലെ വളരെ വേഗത്തിലോടുന്ന മാംസബുക്കുകളോട് ഏറ്റുമുട്ടി വംശനാശം വന്നു പോകാതിരിക്കാൻ 4 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഓസ്ട്രേലിയയുടെ ഭൂവ്യവസ്ഥയും വരണ്ട കാലാവസ്ഥയും അവരെ സഹായിച്ചു. കങ്കാരുക്കൾ ഓസ്ട്രേലിയയിൽ മാത്രമാണ് എന്നാണ് പലരുടെയും അറിവ്. എന്നാൽ ഓസ്ട്രേലിയയുടെ അയൽരാജ്യമായ പാപ്പുവ ന്യൂ ഗിനിയയിലും കങ്കാരുക്കൾ വസിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഭൂരിഭാഗവും മരത്തിൽ വസിക്കുന്നവയാണെന്ന് മാത്രം. 10 വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയുടെ ജനസംഖ്യ 2.5 കോടിയായിരുന്നു. എന്നാൽ കങ്കാരുക്കളുടെ എണ്ണമാകട്ടെ 5 കോടിയിലധികവും. അതായത് ആ രാജ്യത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ ഇരട്ടി. കാണാൻ മാനിന്റെ മുഖവും മുയലിന്റെ ചെവിയും ഒക്കെയുള്ള ഈ മിണ്ടാപ്രാണികൾക്ക് മനുഷ്യരെ കാണുമ്പോൾ ഒന്ന് ചാടി ചവിട്ടിയില്ലെങ്കിൽ ഉറക്കം വരില്ല. കങ്കാരുക്കൾ മനുഷ്യരെ ആക്രമിക്കുന്നത് ഓസ്ട്രേലിയയിൽ സ്ഥിരം വാർത്തയാണ്. Oh my God, look at the muscles on that kangaroo. What is he lifting? അങ്ങനെയാണ് തങ്ങളുടെ ദേശീയമൃഗമായ കങ്കാരുവിനെ വേട്ടയാടാനും വെട്ടിക്കൊന്ന് പെട്ടിയിലാക്കി വിൽക്കാനും നിയമപരമായി ഓസ്ട്രേലിയൻ സർക്കാർ അനുമതി നൽകുന്നത്. നിലവിലെ കണക്കുകൾ പ്രകാരം ഓസ്ട്രേലിയയിൽ ഏതാണ്ട് 2.7 കോടി ജനങ്ങളാണുള്ളത്. എന്നാൽ കങ്കാരുക്കളുടെ എണ്ണം 3.5 കോടിയാണ്. അതായത് ഓസ്ട്രേലിയയിലെ 3 മനുഷ്യർക്ക് 4 കങ്കാരുക്കൾ എന്ന കണക്ക്. 2 കാലിൽ ചാടി ചാടി സഞ്ചരിക്കുന്ന കങ്കാരു നടക്കുന്നത് 4 കാലിലാണ്. വല്ലപ്പോഴും നടക്കാനും ഭക്ഷണം വായയോട് ചേർത്ത് പിടിക്കാനും മാത്രമാണ് കങ്കാരുക്കൾ തങ്ങളുടെ കൈകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ നടക്കുന്ന സമയത്ത് അവയ്ക്ക് ഒരു പിൻകാല് മാത്രമായി മുന്നോട്ട് കൊണ്ടുവരാൻ ആകില്ല. പിൻകാലുകൾ മുന്നോട്ട് വരണമെങ്കിൽ ചാടി ചാടി തന്നെ പോകണം. അവയുടെ ശരീരത്തിന്റെ ആകൃതി കാരണം അവയ്ക്ക് 4 കാലിൽ ഓടുന്നത് ഏതാണ്ട് അസാധ്യമാണ്. ഒറ്റ നോട്ടത്തിൽ 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് തോന്നുമെങ്കിലും കങ്കാരു തന്റെ ശരീരം ബാലൻസ് ചെയ്യുന്നത് അതിന്റെ വാൽ ഉപയോഗിച്ചാണ്. ചുരുക്കത്തിൽ അതിന്റെ ഒരു കാല് തന്നെയാണ് വാല്. കങ്കാരുവിന് തന്റെ വാല് ഏറ്റവും അധികം ഉപകരിക്കുന്നത് അവ നീന്തുമ്പോഴാണ്. അസാധ്യ നീന്തൽ വിദഗ്ധന്മാരാണ് കങ്കാരുക്കൾ. തങ്ങളെ വേട്ടയാടാൻ എത്തുന്ന കുറുക്കന്മാരെയും ചെന്നായ്ക്കളെയും കണ്ടാൽ അവർ ഓടിച്ചെന്ന് ഏതെങ്കിലും ജലാശയത്തിലേക്ക് ചാടും. എന്നിട്ട് തന്റെ ബലിഷ്ഠമായ പിൻകാലുകളും വാലും കൊണ്ട് നീന്തിപ്പോകും. ഇവയെ പിടിക്കാനായി ചെന്നായ്ക്കളും വെള്ളത്തിലേക്ക് എടുത്തു ചാടും. എന്നാൽ കഴുത്തോളം വെള്ളമായി എന്ന് മനസ്സിലായാൽ കങ്കാരു നേരെ തിരിഞ്ഞു നിന്ന് ചെന്നായയുടെ കഴുത്തിനു പിടിച്ച് വെള്ളത്തിൽ മുക്കിക്കൊല്ലും.
ஆனா நான் ஒரு வாட்டி முடிவு பண்ணிட்டேன்னா என் பேச்ச நானே கேட்க மாட்டேன். മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗതയിൽ വരെ ഓടാനും ഒറ്റച്ചാട്ടത്തിൽ 10 അടി വരെ ഉയരാനും 45 അടി ദൂരം വരെ കടക്കാനും കങ്കാരുക്കൾക്ക് സാധിക്കും. തങ്ങളുടെ പിൻകാലുകൾ ചാടാൻ മാത്രമല്ല എതിരാളിയുടെ അടിവയറ്റിൽ ചവിട്ടാനും കങ്കാരു ഉപയോഗിക്കും. മകരവിളക്ക് കണ്ട് മനുഷ്യരോട് ഏറ്റുമുട്ടുന്ന സമയത്ത് ഇത്തരത്തിൽ കങ്കാരുവിന്റെ ഒരു ചവിട്ടേറ്റാൽ കാലിന്റെ അസ്ഥി തന്നെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അത്ര ശക്തിയാണ് അവരുടെ ചവിട്ടിന്. കങ്കാരു എതിരാളികളെ നേരിടുന്നത് ബോക്സിംഗ് താരങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് പോലെയാണ്. ഓസ്ട്രേലിയയിൽ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യാൻ കങ്കാരുക്കളെ പരിശീലിപ്പിക്കാറുണ്ട്. കാര്യം നേരിൽ കണ്ടാൽ കീരിയും പാമ്പുമാണെങ്കിലും ഓസ്ട്രേലിയയിലെ മനുഷ്യരും കങ്കാരുക്കളും തമ്മിൽ വലിയൊരു അന്തർധാരയുണ്ട്. ചിലർ കങ്കാരുക്കളെ വീട്ടിൽ വളർത്താറുമുണ്ട്. 2004 ലെൻ റിച്ചാർഡ്സ് എന്ന 52 വയസ്സുകാരനായ കർഷകന്റെ തലയിൽ മരം വീണ് ബോധം കെട്ടു വീണ സമയത്ത് ഈ വിവരം അദ്ദേഹത്തിന്റെ വീട്ടുകാരെ അറിയിച്ചത് 10 വയസ്സുകാരി ലുലു എന്നു പേരുള്ള ഭാഗികമായി അന്ധയായ കങ്കാരുവാണ്. ആ വർഷം ധീരതയ്ക്കുള്ള ദേശീയ അവാർഡ് വരെ ആ മിടുക്കി കങ്കാരു നേടി. 2020 ഓസ്ട്രേലിയയിലുണ്ടായ കാട്ടുതീയിൽ നിന്ന് കങ്കാരുക്കളെ സംരക്ഷിക്കാൻ മനുഷ്യർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ശേഷം നന്ദി പറയുന്ന കങ്കാരുവിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. കരയിൽ വസിക്കുന്ന മൃഗങ്ങളിൽ പിന്നോട്ട് സഞ്ചരിക്കാനാകാത്ത ഒരേ ഒരു മൃഗമാണ് കങ്കാരു. അതിന്റെ വലിയ വാലും ശരീരത്തിന്റെ ആകൃതിയുമാണ് ഇതിന് കാരണം. മുന്നോട്ട് മാത്രം സഞ്ചരിക്കാനാകുന്ന ജീവി ആയതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ എന്ന രാജ്യത്തിന്റെ പുരോഗതിയുടെ ചിഹ്നമായും കങ്കാരു മാറി. ഓസ്ട്രേലിയയുടെ നാണയത്തിലും സ്റ്റാമ്പിലും വരെ കങ്കാരുവിനെ കാണാൻ സാധിക്കും. ഭൂമിയിലെ 335 മാർസുപ്പിയൽ ജീവിവർഗങ്ങളിൽ ഏറ്റവും വലുതാണ് കങ്കാരു. കങ്കാരുവിൽ തന്നെ പ്രധാനമായും 4ഓളം വിഭാഗങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും വലുതാണ് റെഡ് കങ്കാരു. ഒരു ആൺ റെഡ് കങ്കാരുവിന് 5 അടി 10 ഇഞ്ച് ഉയരവും 90 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും. കങ്കാരുക്കൾ കൂട്ടത്തോടെ വസിക്കുന്ന സാമൂഹിക ജീവിയാണ്. കങ്കാരു കൂട്ടത്തെ മോബ് എന്നാണ് വിളിക്കുന്നത്. ഒരു മോബിൽ ഏകദേശം 50ഓളം കങ്കാരുക്കൾ ഉണ്ടാകും. ഇവയെ നയിക്കുന്നത് ശക്തനായ ഒരു ആൺ കങ്കാരു ആയിരിക്കും. ആൺ കങ്കാരുക്കൾ ഒന്നിലധികം പെൺ കങ്കാരുക്കളുമായി ഇണചേരും. എന്നാൽ പെൺ കങ്കാരു അതിൻ്റെ ആയുസ്സിൽ ഒരു ആൺ കങ്കാരുവിനോട് മാത്രമേ ഇണചേരുകയുള്ളൂ. കൂട്ടത്തിൽ ശക്തനായ ആൺ കങ്കാരു ആയിരിക്കും അത്. ഒരു ആൺകങ്കാരുവിന് പലപ്പോഴും ഇണചേരാനായി മറ്റുള്ള ആൺകങ്കാരുക്കളുമായി മല്ലിടേണ്ടി വരാറുണ്ട്. പെൺ കങ്കാരുവിന്റെ വലിയൊരു പ്രത്യേകതയാണ് ഫെർട്ടിലൈസേഷൻ അഥവാ അണ്ടബീജ സങ്കലനം നടന്നാലും ഗർഭം ധരിക്കാതിരിക്കാനുള്ള കഴിവ്. ഒരേ സമയം ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ വളർത്താൻ സാധിക്കാത്തതിനാൽ സഞ്ചിയിൽ വളരുന്ന കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കാതിരിക്കാൻ ഈ കഴിവ് സഹായിക്കും. കാലാവസ്ഥ മോശമാണെങ്കിൽ പ്രസവം വൈകിപ്പിക്കാനും പെൺകങ്കാരുവിന് സാധിക്കും. എന്നാൽ മറ്റുള്ള ജീവികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സ്വഭാവം അമ്മ കങ്കാരുവിനുണ്ട്. തങ്ങളെ വേട്ടയാടുന്ന ജീവിയിൽ നിന്നും രക്ഷപ്പെടുന്ന സമയത്ത് സ്വന്തം ജീവൻ അപകടത്തിലാകും എന്ന് മനസ്സിലായാൽ, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മാത്രം അമ്മ കങ്കാരു ഇരപിടിയനായ ആ ജീവിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി തന്റെ കുഞ്ഞിനെ ബലി നൽകാറുണ്ട്. സഞ്ചിയിലെ അധികഭാരം ഒഴിവാക്കി കൂടുതൽ വേഗത്തിലോടി സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണിത്. ഉടനെ തന്നെ വീണ്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകി വംശം നിലനിർത്താൻ അമ്മ കങ്കാരു ജീവിച്ചിരിക്കണമെന്ന യുക്തിയാണ് ഇതിനു പിന്നിൽ. പൊതുവെ സസ്യാഹാരികളായ ജീവികളുടെ വിസർജ്യം ഒരുപാട് മീഥേൻ ഗ്യാസ് പുറപ്പെടുവിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പുറപ്പെടുന്ന മീഥേൻ ഗ്യാസ് വലിയ രീതിയിൽ തന്നെ ആഗോളതാപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകാറുണ്ട്. എന്നാൽ മറ്റു സസ്യാഹാരികളായ മൃഗങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ അളവിലാണ് കങ്കാരുക്കൾ മീഥേൻ ഗ്യാസ് പുറപ്പെടുവിക്കുന്നത്. കങ്കാരുക്കളുടെ ദഹന വ്യവസ്ഥയുടെ ക്രമീകരണം പോലും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന തരത്തിലാണ്. ഒട്ടകങ്ങളെപ്പോലെ ആഴ്ചകളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാനും കങ്കാരുക്കൾക്ക് സാധിക്കും. തങ്ങൾ ഭക്ഷിക്കുന്ന ഇലകളിൽ നിന്നും ലഭിക്കുന്ന ജലാംശം കൊണ്ട് മാത്രം കങ്കാരുക്കൾക്ക് ജീവിക്കാനാകും. അതുകൊണ്ട് കങ്കാരുക്കൾ വെള്ളം കുടിക്കുന്നത് തന്നെ വളരെ അപൂർവമായാണ്. പല്ലുകൾ കൊഴിയുന്ന സാഹചര്യത്തിൽ കങ്കാരുക്കൾക്ക് അതിൻ്റെ ആയുസ് മുഴുവനും പുതിയ പല്ലുകൾ വന്നുകൊണ്ടിരിക്കും. അപാരമായ കേൾവിശക്തിയാണ് കങ്കാരുവിന്. പല ദിക്കിൽ നിന്നും വരുന്ന ശബ്ദങ്ങൾ കേൾക്കാനായി ഒരേ സമയം പല ദിശകളിലേക്ക് ചെവികൾ തിരിക്കാനും കങ്കാരുവിന് സാധിക്കും. ഇത്രയൊക്കെ കേട്ടാൽ ആരായാലും ഒന്ന് പറയും, ഈ കങ്കാരു ഒരു സംഭവം തന്നെ. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും.